നമസ്കാരം. സംഗീത സംവിധായകൻ AR റഹ്മാനും ഭാര്യ സൈറ ബാനും വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തുവരുന്നത്. ഭാര്യ സൈറ ബാനു ആയിരുന്നു വെളിപ്പെടുത്തിയത്. വേദനയോടെ ഈ തീരുമാനം എടുക്കുന്നുവെന്നും ഒത്തുപോകാനാകാത്ത പോലെ അകന്നുപോയെന്നും സൈറ പറഞ്ഞിരുന്നു. തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് സൈറയുടെ വക്കീൽ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. 95-ൽ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെയാണ് ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചത്. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിക്കുകയായിരുന്ന റഹ്മാനു വേണ്ടി അമ്മയാണ് പെണ്ണ് അന്വേഷിച്ചതും വിവാഹം ഉറപ്പിച്ചതുമെല്ലാം. വിവാഹബന്ധം 30-ാം വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ ഇടയിലാണ് ഡിവോഴ്സ് ആകുന്നു എന്ന് സൈറ അറിയിച്ചത്. 29 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും വേർപിരിയുന്നത്. പിന്നാലെ വിവാഹമോചനത്തിന്റെ കാരണം തേടിയിറങ്ങി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ വിവാഹമോചനത്തിന് പിന്നിൽ വൈകാരിക പ്രശ്നങ്ങളാണെന്ന് സൈറയുടെ അഭിഭാഷക അറിയിച്ചു. ആദ്യം സൈറ ബാനു രംഗത്ത് വന്നതെങ്കിലും പിന്നാലെ റഹ്മാൻ വിശദീകരണം നൽകി. 29 വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു റഹ്മാനും സൈറ ബാനുവും അവസാനിപ്പിച്ചത്. പിന്നാലെ നിരവധി നാടകീയ സംഭവങ്ങൾ നടന്നു. ഭാര്യ സൈറ ശസ്ത്രക്രിയയ്ക്ക് വിധേയെന്നും ആശുപത്രിയിലാണെന്നുമുള്ള വാർത്തകൾ വന്നു. പിന്നാലെ ഇരുവരും പിരിയുന്നില്ല എന്ന തരത്തിലും വാർത്തകൾ വന്നു. ഇപ്പോഴത്തെ AR റഹ്മാൻ ആശുപത്രിയിലാണ് എന്ന വാർത്ത മണിക്കൂറുകൾക്ക് മുൻപാണ് പുറത്തു വന്നത്. കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു എന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നുമായിരുന്നു വാർത്തകൾ. എന്നാൽ അതിൽ സത്യമില്ല എന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് 58-കാരനായ AR റഹ്മാൻ ആശുപത്രിയിൽ എത്തിച്ചു എന്നത് സത്യമാണ്. എന്നാൽ അത് നെഞ്ചുവേദന കാരണമല്ല. ലണ്ടനിലെ പരിപാടി കഴിഞ്ഞ് എത്തിയ ക്ഷീണം റഹ്മാൻ ഉണ്ടായിരുന്നു. കൂടാതെ റംസാൻ വ്രതത്തിലായിരുന്നു റഹ്മാൻ. ഇതേ തുടർന്നാണ് ഡീഹൈഡ്രേഷൻ ആയതാണ്. ആരോഗ്യ പ്രശ്നം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. രാവിലെ 7:30ഓടെ റഹ്മാൻ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെയാണ് നെഞ്ചുവേദനയാണെന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ECG അടക്കമുള്ള ടെസ്റ്റുകൾ ചെയ്തു എന്നും ആദ്യം എൻജിയോഗ്രാം ചെയ്യാൻ തീരുമാനിക്കുകയും പിന്നീട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നും റഹ്മാൻ അത്യാസന്ന വിഭാഗത്തിൽ തന്നെയാണെന്നുമായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ലണ്ടനിലെ ഒരു മ്യൂസിക് അക്കാദമിയിൽ ഇവന്റിന് പങ്കെടുത്തതിനു ശേഷം അടുത്തിടെയാണ് റഹ്മാൻ തിരിച്ചെത്തിയത്. മ്യൂസിക് ഷോകൾക്ക് പുറമെ സിനിമ കമ്പോസിംഗ് ഒക്കെയായി തിരക്കിലായിരുന്നു റഹ്മാൻ. കാതലിക്ക് നേരമില്ലേ, ചൊവ്വ എന്നീ ചിത്രങ്ങളാണ് റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ. ഇതിനിടയിലാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. റഹ്മാൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചെത്തണമെന്നുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ. 2024 നവംബറിലാണ് AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും തങ്ങളുടെ 29 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെങ്കിലും തമ്മിലുള്ള സൗഹൃദം ബഹുമാനവും എന്നും തുടരുമെന്നും പറഞ്ഞു. പക്ഷേ ആ വിവാഹമോചനം ആരാധകരെ സംബന്ധിച്ച് വലിയ ഷോക്കിംഗ് ആയിരുന്നു. വിവാഹമോചനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കഴിഞ്ഞ മാസം സൈറ ബാനുവിന് ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നതും ആ സാഹചര്യത്തിൽ റഹ്മാൻ കരുതലായി കൂടെ നിന്നതുമെല്ലാം വാർത്തയായിരുന്നു. വിവാഹമോചനം പ്രഖ്യാപിച്ചതിനു ശേഷവും സൈറ ബാനുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ റഹ്മാന്റെ ഭാര്യ എന്ന വിശേഷണം ഇരുവരും ഒന്നിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെങ്കിൽ തമ്മിലുള്ള സൗഹൃദവും ബഹുമാനവും എന്നും തുടരുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ആ വിവാഹമോചനം ആരാധകരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഞെട്ടലുളവാക്കി. സൈറ ബാനു ആശുപത്രിയിലായിരുന്ന സാഹചര്യത്തിൽ റഹ്മാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ആ വിവരം. ഇതേസമയം നെഞ്ചുവേദനയെ തുടർന്ന് AR റഹ്മാനെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചോഴും പ്രാർത്ഥനയുമായി സൈറയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പരിശോധനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു AR റഹ്മാൻ. നിരവധി സംഗീത പ്രേമികളും ആരാധകരും റഹ്മാൻ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യവിവരം തിരക്കിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ സൈറ ബാനു അദ്ദേഹത്തിന്റെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് ചില സുപ്രധാന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുമാണ് ചെയ്തത്. റഹ്മാന്റെ മുൻ ഭാര്യ എന്ന് തന്നെ വിളിക്കരുതെന്നാണ് സൈറ ബാനു പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താനും റഹ്മാനും വേർപിരിഞ്ഞു താമസിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്ന് സൈറ ബാനു വിശദീകരിച്ചു. റഹ്മാന്റെ മുൻ ഭാര്യ എന്ന് തന്നെ വിളിക്കരുതെന്നും അവർ അഭ്യർത്ഥിച്ചിരുന്നു. തന്റെ ആരോഗ്യ കാരണങ്ങളിലാണ് വേർപിരിയാൻ തീരുമാനിച്ചത്. റഹ്മാൻ നെഞ്ചുവേദന വന്നുവെന്നും ചികിത്സ തേടി വീട്ടിലേക്ക് തിരിച്ച കാര്യവും അറിഞ്ഞു. സുഖമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമെന്നും സൈറ ബാനു പറഞ്ഞു. പൂർണ്ണ ആരോഗ്യവാനായി തുടരട്ടെ എന്ന് ആശംസിച്ച സൈറ ബാനു റഹ്മാൻ കൂടുതൽ സ്ട്രെസ് നൽകരുതെന്ന് കുടുംബത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായി തങ്ങൾ ഇരുവരും വിവാഹമോചിതരായിട്ടില്ല. ഇപ്പോഴും ഭാര്യയും ഭർത്താവുമാണ്. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു താമസിക്കുകയാണെന്നും സൈറ ബാനു പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷമായി തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. റഹ്മാന് വിഷമം ഉണ്ടാക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല. മാധ്യമങ്ങൾ റഹ്മാന്റെ മുൻ ഭാര്യ എന്ന് തന്നെ വിളിക്കരുത്. റഹ്മാന് എല്ലാ ആശംസകളും നേരുന്നു. റഹ്മാന് മാനസിക സംഘർഷം ഉണ്ടാക്കരുതെന്ന് കുടുംബത്തോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെടുന്നു എന്നാണ് സൈറ ബാനു പ്രസ്താവനയിൽ പറയുന്നത്. 1995-ലാണ് റഹ്മാനും സൈറ ബാനുവും വിവാഹിതരായത്. കഴിഞ്ഞ നവംബറിൽ ഇരുവരും പിരിയുകയാണ് എന്ന് അറിയിച്ചിരുന്നു. സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് പ്രസ്താവനയായി ഇക്കാര്യം അറിയിച്ചത്. അടുക്കാനാകാത്ത വിധം അകന്നുപോയി എന്ന് സൂചിപ്പിച്ചാണ് സൈറ ബാനു വിവരം പങ്കുവച്ചത്. വികാരനിർഭരമായ കുറിപ്പ് റഹ്മാനും പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ മാസം സൈറ ബാനു ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുകയും ചെയ്തു. ആശുപത്രി വിട്ട ശേഷം സൈറ ബാനു അഭിഭാഷക മുഖേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ AR റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് കടപ്പാട് അറിയിച്ചു എന്നാണ്. എന്താണ് സൈറയുടെ അസുഖമെന്ന് വ്യക്തമല്ല.
ലോസ് ആഞ്ചലസിലെ സുഹൃത്തുക്കൾ റസൂൽ പൂക്കുട്ടി, ഭാര്യ ഷാദിയ, വന്ദന ഷാ, റഹ്മാൻ എന്നിവരോട് നന്ദി അറിയിക്കുന്നു എന്നാണ് സൈറ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. സൈറയ്ക്കും റഹ്മാനും 3 മക്കളാണുള്ളത്. ഖദീജ, റഹീമ, അമീൻ എന്നിവരാണ് മക്കൾ. 1995-ലാണ് AR റഹ്മാനും സൈറ ഭാനും വിവാഹിതരാകുന്നത്. 3 മക്കളുടെ മാതാപിതാക്കൾ കൂടിയാണ് ഇരുവരും. റഹ്മാൻ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായപ്പോൾ കുടുംബം നോക്കിയത് സൈറ ഭാനുവായിരുന്നു. ചില പരിപാടികളിൽ ഭാര്യയുമായി എത്താറുണ്ടെങ്കിലും കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ താല്പര്യപ്പെടാത്ത ആളാണ് റഹ്മാൻ. അതുകൊണ്ട് തന്നെ താരകുടുംബത്തെക്കുറിച്ചുള്ള കഥകളൊന്നും ഇതുവരെ പുറത്തു വന്നില്ല. സന്തുഷ്ടരായി ജീവിക്കുകയാണെന്ന് എല്ലാവരും കരുതിയിരുന്ന ദമ്പതിമാർക്കിടയിൽ പൊട്ടിത്തെറികളുണ്ടായെന്ന് എല്ലാവരും അറിഞ്ഞത് പോലും സൈറ ഭാനു ഡിവോഴ്സ് പ്രഖ്യാപിച്ചതോടെ കൂടിയാണ്. എന്നാൽ താരങ്ങൾ ഇനിയും വേർപിരിഞ്ഞിട്ടില്ലെന്ന സൂചന ചൂണ്ടിക്കാണിക്കുകയാണ് ആരാധകർ. ഗുരുതരമായ എന്തോ ആരോഗ്യ പ്രശ്നം അലട്ടുന്ന സൈറ ഭാനു ആശുപത്രിയിലാണെന്നും ഉടനടി അവർക്ക് ചില സർജറികൾ ചെയ്തുവെന്നുമാണ് സൈറയുടെ വക്കീലായ വന്ദന ഷാ അന്ന് വെളിപ്പെടുത്തിയത്. അതിൽ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന ആളുകളുടെ പേര് എടുത്തു പറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സംഗീത സംവിധായകൻ റസൂൽ പൂക്കുട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ AR റഹ്മാനുമുള്ള പേരുമാണ് അതിലുള്ളത്. അതിനർത്ഥം ഭാര്യയുടെ ആരോഗ്യാവസ്ഥയിൽ കൂടെ നിൽക്കാൻ റഹ്മാനും ഉണ്ടായിരുന്നു എന്നതാണ്. മാത്രമല്ല, വക്കീൽ സൂചിപ്പിച്ചിരിക്കുന്ന പേരിൽ ഇപ്പോഴും മിസസ് സൈറ റഹ്മാൻ എന്നാണ്. ഇതിനർത്ഥം താരങ്ങളുടെ വേർപിരിയൽ നടന്നിട്ടില്ല എന്നും ഇപ്പോഴും ഭർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുമല്ലേ എന്ന ചോദ്യവുമായിട്ടാണ് ആരാധകരും അന്നും രംഗത്തെത്തിയത്. സത്യത്തിൽ പിരിയാനോ മറക്കാനോ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് ഇരുവരും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞ് തീർപ്പാക്കി താരങ്ങൾ ദമ്പതിമാരെ പോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അതേസമയം തന്നെ AR റഹ്മാൻ സൈറ വേർപിരിയൽ വാർത്തയ്ക്ക് പിന്നാലെ റഹ്മാൻ റേ ബാൻഡ് അംഗം ബേസിസ്റ്റ് മോഹിനിയുടെയും ദാമ്പത്യബന്ധം അവസാനിപ്പിച്ച വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു. 2 വിവാഹമോചനങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് പലരും വിലയിരുത്തുകയും ചെയ്തു. ചർച്ചകൾ അതിർവിട്ടതോടെ വിഷയത്തിൽ പ്രതികരിച്ച് സൈറ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് അന്ന് രംഗത്തെത്തിയത്. റഹ്മാൻ സൈറ വേർപിരിയൽ മോഹിനിയുടെ വിവാഹമോചനവുമായി യാതൊരു ബന്ധമില്ലെന്ന് വന്ദന വ്യക്തമാക്കിയിരുന്നു. ഇവരുടെയും സ്വതന്ത്ര തീരുമാനത്തിലാണ് വേർപിരിഞ്ഞതെന്നും മാന്യമായി പിരിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. എല്ലാ വിവാഹ ബന്ധങ്ങളിലും ഉയർച്ചതാഴ്ചകളുണ്ട്. മാന്യമായാണ് ആ ബന്ധം അവസാനിപ്പിച്ചത്. ഇരുവരും പരസ്പരം പിന്തുണ തുടരും, വന്ദന ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയിരുന്നു. വിവാഹമോചനത്തിൽ സാമ്പത്തിക ഒത്തുതീർപ്പുകളെക്കുറിച്ചോ നഷ്ടപരിഹാരങ്ങളെക്കുറിച്ചോ യാതൊരു ചർച്ചയും അന്ന് നടന്നിട്ടില്ലെന്നും ബന്ധം വേർപിരിയുന്നത് പരസ്പര ബഹുമാനത്തോടെയാണെന്നും അവർ ആവർത്തിച്ചിരുന്നു. ഇരുവരും പക്വതയോടെയാണ് വിഷയം കൈകാര്യം ചെയ്തത്. തീരുമാനം ലാഘവത്തോടെ എടുത്തതായിരുന്നില്ല. അവരുടേത് കാപട്യമുള്ള ബന്ധമായിരുന്നില്ലെന്നും വന്ദന പറഞ്ഞിരുന്നു. റഹ്മാനും സൈറയും വേർപിരിയുകയാണെന്ന വിവരം വന്ദന ഷാ തന്നെയാണ് അറിയിച്ചിരുന്നത്. ഇരുവർക്കും ഇടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായതെന്ന് വന്ദന ഷാ പറഞ്ഞിരുന്നു. പിന്നാലെ വൈകാരികമായി പ്രതികരിച്ച് റഹ്മാനും രംഗത്തെത്തി. തങ്ങളുടെ ബന്ധം 30 വർഷങ്ങൾ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും എന്നാൽ അത് സാധിച്ചില്ലെന്നും റഹ്മാൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു.